ആക്സിഡന്റ് അത്രയും വേണ്ട, ഫസ്റ്റ് ഗിയർ ആണ്. പതുക്കെ പോട്ടെ. ഇതുണ്ട് ആ വണ്ടി ഇങ്ങോട്ട് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ അത്രയും ചേർന്ന് പോകരുത്. ആ ഓക്കെ. ആ എടുക്കാം. ഇവിടെ നമ്മൾ ഇനി എടുക്കെടുക്കും ഇങ്ങോട്ട് അവിടെ നമ്മളിപ്പോൾ ജിജാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റത്തെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും കാര്യമൊക്കെ ഒരു ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കി കൊടുത്തു. ക്ലച്ച് എന്താണ്, ബ്രേക്ക് എന്താണ്, അതുപോലെ ഗിയറിൻ്റെയും കാര്യങ്ങളൊക്കെ. അതുപോലെ പിന്നെ ആക്സിലേറ്റർ, ക്ലച്ച്, അതിൻ്റെ പ്രവർത്തനം അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആക്സിലേറ്റർ ആണ് വണ്ടീൻ്റെ സ്പീഡിനെ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ എത്ര ആക്സിലേറ്റർ കൊടുക്കുന്നോ അത്രയും ഇന്ധനം, ഫ്യൂൽ, പെട്രോൾ എഞ്ചിനിലോട്ടെത്തി അത് കത്തിച്ച് സ്പീഡിലോട്ട് പോകുന്നു. അപ്പം വേഗതേനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക. അതുപോലെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് കൊടുക്കുമ്പം നമ്മളുടെ ആ ഒരു ഡ്രമ്മുണ്ട്, ടയർ ഫിറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ ഡ്രമ്മിലോട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ ലൈൻഡർ പോയിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 2 ബ്രേക്കും ഉണ്ട്. നമ്മൾ ഹാൻഡ് ബ്രേക്കും ഉണ്ട്. അത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക്. അതുപോലെ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗതേനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെഡൽ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഹാൻഡ് ബ്രേക്കാണ്, മറ്റേത് പെഡൽ ബ്രേക്ക്. പിന്നെ വരുന്നത് ക്ലച്ചാണ്. ഇപ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലാണ് തുടങ്ങുന്നത്. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വരുന്ന ആക്സിലേറ്റർ, ബ്രേക്ക് വന്നു. പിന്നെ നമ്മുടെ ഈ ഇടത് കാല് കൊണ്ട് നമ്മുടെ ക്ലച്ചും കൂടിയും ചവിട്ടി തുടങ്ങും. ക്ലച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനും ഗിയറും തമ്മിലുള്ള ആ ഒരു ഗിയറും തമ്മിലുള്ള എഞ്ചിൻ ഗിയറും തമ്മിലുള്ള ബന്ധം വേർപെടുത്താനും, പിന്നെ ക്ലച്ചിന് കാല് റിലീസ് ചെയ്യുമ്പോൾ പതുക്കെ എന്ത് ചെയ്യുന്നു, എഞ്ചിനും ഗിയറും തമ്മിൽ അങ്ങനെ കൂട്ടി യോജിക്കുന്നു. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡായി പോകുന്നു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഉപയോഗിക്കണം. അതുപോലെ ഗിയറിനെ സ്മൂത്തായിട്ട്, ഓരോ ഗിയറിലും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ക്ലച്ച് ഉപയോഗിക്കണം. അതുപോലെ ഗിയർ എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു വണ്ടിക്ക് റിവേഴ്സ് എടുക്കാൻ 5 ഗിയറേ ഉള്ളൂ. ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയർ, ഏറ്റവും സ്ലോയിൽ പോകുന്ന ഗിയറാണ് ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും. അപ്പം നമുക്ക് ക്ലച്ച് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഗിയറിലൊക്കെ പോകുന്നതാണെങ്കിൽ, ഈ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു 30-40 പോകുന്ന സ്പീഡിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ ആദ്യം ബ്രേക്ക് ഉപയോഗിച്ചിട്ട് ക്ലച്ച് ഉപയോഗിക്കുക. അതുപോലെ സ്ലോ ഗിയറിൽ പോകുന്ന വണ്ടിയാണ്, ഫസ്റ്റ് ഗിയറിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ ആദ്യം നമ്മൾ ക്ലച്ച് ഉപയോഗിച്ചിട്ട് ബ്രേക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഫസ്റ്റ് ഗിയർ നമ്മളെപ്പോഴും ന്യൂട്രൽ പോയിന്റിൽ വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഹാൻഡ് ബ്രേക്കിനെ റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് ഫുള്ള് റിലീസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒന്ന് ക്ലച്ച്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലെ വണ്ടിയല്ല, ഫസ്റ്റ് ഗിയറിലുള്ള. ഫസ്റ്റ് ഗിയറിൽ ഇട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് ക്ലച്ചിന് കാല് റിലീസ് ചെയ്യും. പെട്ടെന്ന് റിലീസ് ചെയ്ത് പതുക്കെ സ്ലോയില് എന്ത് ചെയ്യണം, ക്ലച്ചിന് കാല് റിലീസ് ചെയ്യാം. പെട്ടെന്ന് റിലീസ് ചെയ്ത് വണ്ടി ഓഫായി പോകുള്ളൂ. സ്റ്റാർട്ട് ചെയ്യും പതുക്കെ. ഒരു ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയും, വണ്ടി മുന്നോട്ട് ചലിപ്പിക്കുന്ന ആ ഒരു ക്ലച്ചിൽ കാലിങ്ങനെ ഹോൾഡ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ആക്സിലേറ്ററും കൂടിയും കൊടുത്തിട്ട് വേണം, ചെറിയൊരു പോയിന്റ് ആക്സിലേറ്റർ. ഈ ക്ലച്ച് ഔട്ട്, ക്ലച്ച്. അപ്പം ഇനി ബ്രേക്കിൻ്റെ കൊണ്ടിട്ട്. അപ്പോൾ ഫസ്റ്റ് ഗിയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ ക്ലച്ച് ഉപയോഗിച്ചിട്ട് ബ്രേക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഒന്ന് റിവേഴ്സിലിട്. അപ്പോൾ സ്ലോ ഗിയറാണ് ഫസ്റ്റും റിവേഴ്സ് ഗിയറും ഒന്നെന്ന് പറഞ്ഞു. അതുപോലെ സെക്കൻഡ് ഗിയറൊക്കെ. ഇനി റിവേഴ്സ് ബാക്കോട്ട് പോകാം. ഓക്കെ, ഇനി ക്ലച്ചിന് കാല് റിലീസ് ചെയ്യും. റിലീസ് ചെയ്താൽ ഈ ബ്രേക്ക് മാത്രം ഫസ്റ്റ് കൊടുത്ത്, ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് മാത്രം ഫസ്റ്റ് കൊടുത്ത് എന്താവും, വണ്ടി ഓഫായി പോവുള്ളൂ. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ച് ഉപയോഗിക്കാം, എന്നിട്ട് ബ്രേക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. വണ്ടി ന്യൂട്രലിൽ വന്ന് പതുക്കെ ക്ലച്ചിന് കാല് റിലീസ് ചെയ്തിട്ട്. ഓക്കെ, ഞാൻ അവിടെ നിർത്തിക്കാം. ഈ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാണ്ട് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഇവിടെ കണ്ടോ, വണ്ടി സ്റ്റാർട്ട് ആവില്ല. വണ്ടി ഇങ്ങനെ മുന്നോട്ട് കുത്തി പോവുള്ളൂ. അപ്പോൾ എഞ്ചിനും ഗിയറും തമ്മിൽ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഉപയോഗിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കണം. ആ ഒരു കണക്ഷനെ വേർപെടുത്തണം. ക്ലച്ച് ഉപയോഗിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏത് ഗിയറിലാണെങ്കിലും നമുക്ക് ക്ലച്ച് ഉപയോഗിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വണ്ടി ന്യൂട്രലായിരിക്കണം. വണ്ടി വന്ന് ക്ലച്ചിന് കാല് റിലീസ് ചെയ്യും.
ഇനി പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരിക്കലും എടുക്കരുത്. സ്ലോയിൽ എന്ത് ചെയ്യുക, ക്ലച്ചിന് കാല് റിലീസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഇനി ഓക്കെ, ഇനി ക്ലച്ചിന് ഫുള്ള് പ്രസ്സാക്കി ഒന്ന് ന്യൂട്രലാക്കി ക്ലച്ചിന് കാല് റിലീസ് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. അപ്പം ന്യൂട്രലാകുമ്പോൾ ചില വണ്ടികൾ നമുക്ക് ക്ലച്ച് ഉപയോഗിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം ഇപ്പം ചെറിയ കുട്ടികളൊക്കെ വണ്ടിയിലിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പം ഒരു ഫീച്ചേഴ്സും കൂടി വന്നാണ് സേഫ്റ്റി ആയിട്ട് ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലാണ് ഇപ്പോൾ ഉള്ള പുതിയ വണ്ടികൾക്ക് വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. ക്ലച്ച് എന്നാലാണ് അതിൻ്റെ സെൻസർ വർക്ക് ആവത്തുള്ളൂ. ഓട്ടോമാറ്റിക് ഗിയർ ആണെങ്കിൽ എന്ത് ബ്രേക്ക് ചവിട്ടിയതാണ് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഓക്കെ, പതുക്കെ പതുക്കെ ഓക്കെ, ആ ഒരു ക്ലച്ചിൽ കാലിങ്ങനെ നിർത്തണം. അത് നമുക്കൊരു ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് പറ്റാം, പിടിച്ച് തീർക്കണം, കിട്ടില്ല. പതുക്കെ ആക്സിഡന്റ്. നമ്മുടെ ഈ ഗിയർ മാറുമ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ ഗിയറിന് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. RPM മീറ്റർ അല്ലെങ്കിൽ സ്പീഡ് നോക്കിയിട്ടേ നമ്മൾ ഗിയർ മാറാൻ പറ്റും. ഒരു 20 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം. 30 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ, 20 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ കൊടുക്കാം. 30 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ തേർഡ് ഗിയർ, 40 എത്തിക്കഴിഞ്ഞാൽ ഫോർത്ത് ഗിയർ. അങ്ങനെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, നേരിട്ട് നമ്മൾ ഫോർത്ത് ഗിയറിൽ കൊടുക്കുക, തേർഡ് ഗിയർ ആ ഒരു പോകാനുള്ള ഒരു സ്പീഡില്ല. സ്പീഡാക്കി ഓക്കെ, ഫോർത്ത് ഗിയറിൽ ഓക്കെ. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഫോർത്ത് ഗിയറിൽ കയറ്റം കയറി പോകാൻ പറ്റുമോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, പതുക്കെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കും. ഇപ്പൊ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഇപ്പോൾ വണ്ടിക്ക് സ്പീഡ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇപ്പൊ ഫോർത്ത് ഗിയറിലോട്ടാണ് പോകേണ്ടത്? അല്ല. ഓക്കെ, അപ്പോൾ സ്പീഡ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിയറിനെ ഡൗൺ ഷിഫ്റ്റ് ആക്കി കൊടുക്കും, സെക്കൻഡ് ഗിയർ കൊടുക്കും. സ്പീഡ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പീഡ് കൂട്ടി, ഇനി സ്പീഡ് കൂട്ടി നമ്മൾ ഇനി അടുത്ത സ്പീഡിലോട്ട് പോവാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് ഗിയറിലോട്ട് ഒരു 40 മുകളിൽ, ഓക്കെ 30 മുകളിലോട്ട് ആ തേർഡ് ഗിയർ. ഓക്കെ, ഇനി ഫോർത്ത് ഗിയർ. എന്താ ടൈറ്റ് വന്നെന്ന് അറിയാമോ? ക്ലച്ച് താഴെ കുറച്ചുകൂടി താഴെ വരെ ചവിട്ടാനുണ്ട്. അപ്പോൾ ഗിയറിന് സ്മൂത്തായിട്ട് മാറാൻ വേണ്ടിയിട്ട് ക്ലച്ച് ഉപയോഗിക്കുന്നു, സൈഡാക്കി നിർത്തണം. അപ്പോൾ നമ്മൾ റോട്ടിൽ നിർത്താണ്ട് ഇൻഡിക്കേറ്റർ ഇടുക. ഓക്കെ, മുന്നോട്ട് ഓക്കെ, ഇവിടെ നിർത്തിക്കാം, അവിടെ നിർത്തിക്കാം. ഓക്കെ ഓക്കെ, എടുക്കും. സൈഡിൽ മിറർ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി എടുക്കുമ്പോൾ ചെറിയൊരു ആക്സിലേറ്റർ കൂടി കൊടുക്കും. ക്ലച്ച് തന്നെ നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യില്ല. നമ്മൾ ബ്രേക്കിന് കാലിട്ട് നോക്കിക്കാം, വണ്ടി ബേക്കോട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇല്ല, വണ്ടി മുന്നോട്ട് ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. ആക്സിലേറ്റർ ശരിക്കും കൊടുക്കട്ടെ, ആക്സിലേറ്ററിനെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ അതെ, ആ ഒരു റേസിലോട്ട് തട്ടെ. ഓക്കെ, എന്നിട്ട് ആ പോയിന്റ് ക്ലച്ചിന് താഴെ റിലീസ് ചെയ്ത് കൊടുക്കുക. നേരെ വിടും. വണ്ടി ഇപ്പോഴും ഒരു പിടുത്തം വന്നു. ഓക്കെ, സ്പീഡിലോട്ട് പോകുക. വണ്ടി നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു കയറ്റമാണ് വരുന്നത്. സ്റ്റോപ്പ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പീഡിൽ മാറാണ്ട് കുറച്ചും കൂടി ആക്സിലേഷന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ശരി. ഓക്കെ, എന്താ ഇവിടെ നിർത്തി അങ്ങനെ വേണ്ട. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കും.
വേണ്ട, നമ്മൾ ഇങ്ങനെ വരുമ്പോ വണ്ടി നിർത്തി കഴിഞ്ഞ ശേഷം ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആയിരുന്നു. നമ്മളിപ്പോ ഏത് ഗിയറിലാണോ വരുന്നത് ആ ഗിയറിൽ നിർത്തിയ ശേഷം ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാം. എടുത്തു നല്ല കാജർ ചേച്ചി വരുന്നുണ്ട്. എപ്പോഴും വണ്ടി എടുക്കുമ്പോഴും വെറുതെ ചെക്ക് ചെയ്യണം. ഇപ്പൊ എന്താ ഇങ്ങനെ ആവാനുള്ള കാരണം അറിയാമോ? അതെ തന്നെ. അപ്പൊ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ആക്സിലേറ്റർ ഒട്ടും വർക്കാകരുത്. ആക്സിഡന്റ് പെടുന്ന കാല് നമ്മൾ എന്ത് ചെയ്യണം? പൊന്തിയിരിക്കണം. ഓക്കെ, തിരക്ക് പിടിക്കാണ്ട് സ്മൂത്തായിട്ടുള്ളൂ. അടുത്ത ഗിയർ മാറ്റാം. ആ വളവിൽ വരുമ്പോണ്ടാ അവര് ബൈക്കിന്റെ പെട്രോട്ട് കാല് വന്നുണ്ടോ ആക്സിഡന്റ് കാല്. ഇനിയിപ്പോ നമ്മൾ ആക്സിഡന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ആയതുകൊണ്ട് വണ്ടി ചെറിയൊരു റണ്ണിങ് കിട്ടി. നമുക്കിനി വണ്ടിന്റെ സ്പീഡിനെയാണ് കുറയ്ക്കേണ്ടത്. പതുക്കെ ബ്രേക്കിന്റെ പെട്രോട്ട് കാല് കൊണ്ടുവന്ന്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്തു ഓക്കെ ഓക്കെ എടുത്തു. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഗിയറിൽ വണ്ടി ഓഫായി പോയെന്ന് അറിയാമോ? അതെ തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് നമുക്കറിയാം ഒരു വളവാണ് സെക്കൻഡറി കൊടുക്കുന്നത്. ഒരു വളവാണ് വരുന്നത്. അപ്പം നമുക്ക് തേർഡ് ഗിയറിൽ പോകാൻ പറ്റിയെങ്കിൽ സ്പീഡായി പോകാൻ പറ്റിയെങ്കിൽ ആ ഒരു കൺട്രോളിൽ സ്റ്റിയറിംഗിന് ഓടിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ തേർഡ് ഗിയറിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്പീഡിനെ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് കുറയ്ക്കുന്ന പോലെ തന്നെ ഇവിടെ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുന്നത്. ഇറക്കമായതുകൊണ്ട് തേർഡ് ഗിയർ പോകണമെന്നില്ല. നമ്മുടെ ബ്രേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ സ്പീഡിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് ആവുന്നതോളം വരെ അഡ്വാൻസ് ആയിട്ട് ആ വളവ് എത്തുന്നതിന് മുമ്പ് ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് വീൽ ഓടിക്കണം, ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഒരു മൂളിച്ച ഫീൽ ചെയ്യുന്നതെന്ന് അറിയാമോ? അതെ. ഇപ്പൊ ഏത് രീതിയിലുള്ള പോകുന്ന അറിയാം. ഓക്കെ, ഏത് രീതിയിലായിട്ട് സെക്കൻഡ് ഗിയറിലായിട്ട്. ഓക്കെ, ഇനി ഒന്ന് സെക്കൻഡ് ഗിയർ ഇട്ട് നോക്കിയത്. ന്യൂട്രൽ പോയിന്റ് വെക്കാം. അത് ഫോർത്ത് ഗിയറിലാണ് ഗിയർ മാറി വന്നത്. സെക്കൻഡ് ഗിയറിൽ വന്നില്ല. അത് ഫോർത്ത് ഗിയറിലോട്ടാണ് നേരിട്ട് വന്നത്. ഒന്നുണ്ട് സൈഡിലോട്ട് വന്നു. ഫുള്ള് കംപ്ലീറ്റ് ആവുന്നില്ല. അതാ ടൈറ്റ് ഫീൽ ചെയ്യുന്നത്. നമ്മളവിടെ വണ്ടി സ്റ്റോപ്പായി കഴിഞ്ഞാൽ ടയറിന്റെ കറക്കം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പുറത്ത് നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാം. പക്ഷെ ഇത്രയും വേഗതയിൽ പോകുന്ന വണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? ടയറിന്റെ ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടിട്ട് നമുക്ക് അത് ഗിയർ വീഴാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും ഒരു ബലം കൊടുത്തിട്ട് വെച്ചിന് കാൽ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി എടുത്തൊരു ചാട്ടമൊക്കെ ആയിരിക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ഫോർത്ത് ഗിയർ ഇട്ട് ഇവിടെ കണ്ടോ? വണ്ടി ക്ലച്ച് കൂട്ടിയപ്പോൾ വണ്ടിയുണ്ട്. രണ്ട് സ്പീഡ് കൂടിയതുണ്ട്. ഓക്കെ, നേരത്തെ നേരെ മുകളിലോട്ട് കയറി. ഓക്കെ, ഈ ഒരു സ്പീഡിൽ നീ പിടിക്കരുത്. കൂട്ടി കുറയ്ക്കണം. വണ്ടിന്റെ വളവ് തിരിയുമ്പോൾ വണ്ടിന്റെ സ്പീഡിനെ കുറച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റിയറിംഗ് വീലിനെ ഓടിക്കാം. അപ്പൊ ബ്രേക്കിന് ആക്സിഡന്റ് കാലത്ത് ബ്രേക്കിന്റെ പെട്ടിലോട്ട് കാല് വരാം. ഇവിടെയൊക്കെ നമുക്ക് ബ്രേക്കിന്റെ പെട്ടിലോട്ട് കാല് വരാം. ആക്സിഡന്റ് കൊടുത്തില്ലെങ്കിൽ വണ്ടി ഓഫായി പോകുമൊന്നുമില്ല.
അതെ അതെ, ആ പോകുന്ന സ്പീഡിന് ഇങ്ങോട്ട് കുറയുമോ? അതെ. ഇനി നമുക്കിപ്പോ 20-25 കിലോമീറ്റർ ആണ് വണ്ടി പോകുന്നത്. ഇപ്പൊ ഇനി ഒന്ന് ഫോർച്ചുനർ ഇട്ട് നോക്കിയോ, ഒന്ന് ഫോർച്ചുനർ ഇട്ട് വെച്ചത് കാലം കണ്ടോ, ഇതാണ് സംഭവിക്കുക. വണ്ടി കുത്തി ഓക്കെ, നേരിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കും. അതപ്പോ സെക്കൻഡ് ഗിയർ പോകേണ്ട സ്പീഡാണ്. അതെ അതെ, അങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, വണ്ടീന്റെ സ്പീഡ് കുറഞ്ഞിരിക്കണമെന്ന് മാത്രമേ. ഇനി നമുക്ക് സ്പീഡാക്കി 4ാമത്തെ ഗിയറിലോട്ട് മാറാം. അപ്പോൾ 40 അതെ, നിരപ്പ് സ്ഥലമാണ്. ഇന്നും ഒരു 40 എത്തിയിരിക്കണം. ഓക്കെ, സൈഡ് മിററൊക്കെ ചെക്ക് ചെയ്തത് സൈഡിലാണോ വരുന്നത്. ഇവിടെ ഇന്നൊക്കെ കണ്ടോ അത്രയും വൈഡായിട്ടാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ പോകണം വേണ്ടി. അതെ അതെ, അഡ്വാൻസായിട്ട് ഡൗൺ ചെയ്തു. ഓക്കെ, അവിടെ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ കാറ് ഡൗൺ ചെയ്ത് കൊടുക്കും. ഓടിക്കുന്നില്ല, ശരി, വണ്ടി റോങ് സൈഡ് കയറി കണ്ടോ. ബേക്കിന് ഓണടിക്ക് ഉണ്ടാവും, ഒരു വളവാണ്. നമുക്കിപ്പോൾ നമ്മൾ പോകുന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. ബേക്കിന് ഓണടിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്പീഡാക്കി പോകുന്നുണ്ട്. ഓക്കെ, സ്പീഡാക്കി. നേരത്തെ പറഞ്ഞു ട്രേഡിങ് ഇടാൻ നേരത്തെ ഒരു 30 എത്തിയാൽ മതി. ഇനിയിപ്പം 30 മണി തേടി വരും. ആക്സിഡന്റ് ആ ബ്ലോക്ക് ചിലപ്പോ നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ബ്ലോക്ക് ചിലപ്പോൾ പോയിരിക്കണം. ബ്ലോക്ക് മാറിയത് അത് കാണുമ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്പീഡൊന്ന് കുറച്ചു കൊടുക്കുക. നമ്മൾ വേഗതയിൽ പോയിട്ട് അവിടെ നമ്മൾ നിർത്തി കൊടുക്കുന്നത്, വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ എടുക്കേണ്ടി വരും. നമുക്ക് ചെറിയ ഐഡി പ്രകാരം നമ്മൾ അതിന്റെ സ്പീഡ് കുറച്ച് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിൽ വരേണ്ട ആവശ്യമുണ്ട്. അതെ, ഹോൺ അടിക്കണം. ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് ഓവർടേക്ക് ചെയ്യണം. നേരെ വണ്ടി ആ ഒരു മുന്നിലൊരു കാറ് പോകുന്നുണ്ട്. അവർ പെട്ടെന്ന് ഒന്ന് സിഗ്നൽ നിൽക്കാണ്ട് റൈറ്റിലോട്ട് തിരികണം. നമ്മൾ തൊട്ടടുത്ത ആക്സിഡന്റ് പണിക്ക് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഫസ്റ്റ് ഇയർ കൊടുക്കും. ഫസ്റ്റ് ഇയർ വീണിട്ടില്ല. ഓക്കെ, തിരക്കാണ് റോഡ്. ആക്സിഡന്റ് അത്രയും വേണ്ട, ഫസ്റ്റ് ഇയർ ആണ്. പതുക്കെ പോട്ടെ. ഇതുണ്ട് ആ വണ്ടി ഇങ്ങോട്ട് റൈറ്റോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടെ. അപ്പൊ നമ്മൾ അതിന്റെ അത്രയും ചേർന്ന് പോകരുത്. ആ ഓക്കെ, ആ എടുക്കാം. ഇവിടെ നമ്മള് ഇനി എടുക്കെടുക്കും ഇങ്ങോട്ട്. അവിടെ നമ്മളിപ്പോ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി എടുത്തത്. നമ്മൾക്ക് പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യം വന്നു. അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കുമായിരുന്നു? ഓക്കെ, അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കും.
അവിടെ ഫസ്റ്റ് ഗിയറിലാണ്, ഇവിടെ എന്തെങ്കിലും ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ച് കൊടുത്ത് പെട്ടെന്ന് ക്ലച്ചിന് അമർത്തുക, ബ്രേക്ക് പതിക്കും. സെക്കൻഡ് ഗിയർ കൊടുക്കും. ഓക്കെ, സെക്കൻഡ് ഗ്യാപ്പ് ഇടണമെന്ന്. ആ വണ്ടി ആ ബൈക്കാരന് ലെഫ്റ്റ് സൈഡ് കയറുന്ന പോകുന്നെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്തായിരുന്നു, ഓവർടേക്ക് മാറിപ്പോയിരുന്നു. അവരിപ്പോൾ കണ്ടോ കറക്റ്റ് സെന്ററിൽ കൂടിയാണ് വണ്ടി ഓടുന്നത്. ലെഫ്റ്റ് സൈഡ് വണ്ടി കയറുന്നത്. ഓക്കെ, വലതുവശത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ ബോഡി ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് വണ്ടി ഇപ്പോൾ ഓഫാണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് വണ്ടി നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഇപ്പോൾ ന്യൂട്രൽ പോയിന്റ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും. ടയറിന് നേരെ വണ്ടി വൈപ്പർ ഓഫ്.